വെൽക്കം ബാക്ക് ടു കിച്ചൺ ഡിലൈറ്റ്സ്. ഇന്ന് ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വെജിറ്റബിൾ പുലാവാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പുലാവ് നമുക്ക് കുക്കറിലും കുക്കറില്ലാതെയും ഉണ്ടാക്കാം. ഞാൻ ഇന്ന് പകുതി കുക്കറിലും പകുതി കുക്കറില്ലാതെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കഷ്ണം കറുവപ്പട്ട, 3 ഏലക്ക, ഒരു തക്കോലം, 1/2 ടീസ്പൂൺ കുരുമുളക്, 4-5 ഗ്രാമ്പു, അതേപോലെ തന്നെ 2 ബേ ലീഫ്. ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തത്. നെയ്യൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് ഡ്രൈ മസാല ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം നന്നായിട്ടൊന്ന് പൊട്ടി നല്ലൊരു മണം വരും. ആ ഒരു സമയത്താണ് നമ്മൾ ഇതിലേക്ക് 3 കപ്പ് അരിയാണ് ചേർത്ത് കൊടുത്തത്. ഇത് 30 മിനിറ്റ് കുതിർത്തി വെച്ച അരിയാണ്. കുതിർത്തി വെച്ചതിന് ശേഷം വെള്ളമെല്ലാം ഡ്രെയിൻ ചെയ്ത് കളഞ്ഞതാണ്. ഇതിനി ഒരു 2-3 മിനിറ്റ് ഈ നെയ്യിൽ ഇങ്ങനെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. റോസ്റ്റായി കഴിയുമ്പോൾ നമുക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവും കേട്ടോ. ഈ അരി ഇങ്ങനെ നമ്മൾ ഇളക്കുമ്പോൾ തന്നെ അരി കുറച്ചും കൂടി ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്നത് പോലെ നമുക്ക് തോന്നും. ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമുക്കിനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 4.5 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ അരി മെഷർ ചെയ്ത അതേ കപ്പിൽ 1 ഗ്ലാസ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന അളവിലാണ് മെഷർ ചെയ്തത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ വെള്ളം കുറച്ച് സോൾട്ടി ആയിട്ടിരിക്കണം. എന്നാൽ മാത്രമേ വെന്ത് കഴിയുമ്പോൾ നമ്മുടെ റൈസിന് ഉപ്പ് പിടിക്കത്തുള്ളൂ. ഇനി നമുക്കിത് അടച്ചു വെച്ച് കറക്റ്റ് ഒരു വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്യാം. ഒരു വിസിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അരിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അടിഭാഗത്തുള്ള അരിയൊക്കെ വെന്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനത് വേറൊരു പാത്രത്തിലേക്ക്, കുറച്ചും കൂടി പരന്ന ഒരു പാത്രത്തിലേക്ക് കമഴ്ത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ അടിയിലുള്ള ചോറൊക്കെ മുകളിൽ വരുന്ന രീതിയിൽ ഉരുളി ചൂടാനായിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് ലാർജ് ക്വാണ്ടിറ്റി ആയതുകൊണ്ടാണ് ഇതെടുത്തത്. അതിലേക്ക് വെജിറ്റബിൾ ഓയിൽ ഒരു 2 ടേബിൾ സ്പൂണോളം വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തത്. അതൊന്ന് മിക്സ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് മൂപ്പിക്കണം. ബ്രൗൺ കളറായി പോകരുത്. ഇതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറി വരണം. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് 2 സവോള കൊത്തി അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തത്. ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവോളയൊന്ന് സോഫ്റ്റ് ആവണം, പക്ഷേ ബ്രൗൺ കളറായി പോകരുത്. ഒന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. വെജിറ്റബിൾസ് എല്ലാം കൂടെ സോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓയിൽ കുറവായതുകൊണ്ട് കുറച്ച് നെയ്യും അതേപോലെ തന്നെ കുറച്ച് വെജിറ്റബിൾ ഓയിലും കൂടെ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ സവോളയൊക്കെ ഏകദേശം ഒന്ന് കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഏകദേശം ഒരു 1.5 കപ്പ് ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തത്. ഇതിനൊന്നും കറക്റ്റ് ഒരു അളവൊന്നും ഇല്ല കേട്ടോ. അതിനി ഒന്ന് സോട്ട് ചെയ്യുക. സോട്ട് ചെയ്യുമ്പോൾ അടികട്ടിയുള്ള പാത്രമാണെങ്കിൽ ഹൈ ഫ്ലെയിമിലിട്ട് സോട്ട് ചെയ്യുക. നമുക്ക് ഈ പച്ചക്കറിയുടെയൊക്കെ കളറ് അതേപോലെ തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ഹൈ ഫ്ലെയിമിലിട്ട് നമ്മളിത് സോട്ട് ചെയ്തെടുക്കുന്നത്. കുക്കറിലിട്ട് നമ്മൾ ഇതും കൂടെ ഇട്ട് വേവിച്ച് കഴിഞ്ഞാൽ ഈ വെജിറ്റബിൾസ് എല്ലാം നല്ല ബ്രൈറ്റ് കളറിൽ ഇരിക്കത്തില്ല. അതുകൊണ്ടാണ് ഇതിങ്ങനെ സെപ്പറേറ്റ് സോട്ട് ചെയ്യുന്നത്. ബീൻസ് ഒരു 10-20 സെക്കൻഡ് സോട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് 1.5 കപ്പ് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ഒരു 1 മിനിറ്റോ 2 മിനിറ്റോ, ഇത് കളറൊന്നും മാറരുത്, എന്നാൽ ഇതൊന്ന് കുക്കാവുകയും വേണം. വെജീസ് എല്ലാം ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കുക. റൈസ് ചേർത്ത് കൊടുക്കുമ്പോൾ ആദ്യം കുറച്ച് റൈസ് ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞ് ഇങ്ങനെ പാർട്സ് ആയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇളക്കാൻ കുറച്ചും കൂടി എളുപ്പമുണ്ടായിരിക്കും. അതിന് വേണ്ടിയിട്ട് മാത്രമാണ്. നമ്മൾ ഈ റൈസ് ഇടുന്ന സമയത്ത് ഒരുപാട് വലിയ കട്ടകളൊക്കെ കിടക്കുകയാണെങ്കിൽ നമ്മളത് ജസ്റ്റ് ഒരു ഫോർക്ക് വെച്ചോ സ്പൂൺ വെച്ചോ ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് അരി ഉടയാത്ത രീതിയിൽ ആ കട്ടയൊക്കെ ഒന്ന് ഉടച്ചിട്ട് കൊടുക്കുക. ഫുള്ളൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് അതിൻ്റെ മുകളിലൊന്ന് വിതറി കൊടുക്കാം. നമുക്ക് കുറച്ച് നെയ്യും കൂടെ നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് മൂടി വയ്ക്കാം. ഇപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന പാത്രത്തിന് കട്ടി കുറവാണെങ്കിൽ വേറെ ഒരു പാൻ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വേണം വെക്കാനായിട്ട്. ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും. നല്ല കട്ടിയുള്ള പാത്രമാണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല. ഇടയ്ക്ക് ഇത് ജസ്റ്റ് ഒന്ന് തുറന്നിട്ട് നമുക്കൊന്ന് ഇളക്കി നോക്കാം. അടിയിലൊക്കെ പിടിക്കുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. അതിനുശേഷം വീണ്ടും നമുക്കിത് മൂടി വയ്ക്കാം. ടോട്ടൽ ഒരു 10 മിനിറ്റാണ് ഇങ്ങനെ മൂടി വെച്ച് കുക്ക് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഇതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ വെജീസൊക്കെ നല്ല ബ്രൈറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയാണ്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്